വാഗ്ദാനം പാലിച്ച് മുഖ്യമന്ത്രി വിജയ്. സ്ത്രീ സുരക്ഷയ്ക്കും സാമൂഹിക മാറ്റത്തിനുമായി തമിഴ്നാട്ടിൽ 717 മദ്യശാലകൾക്ക് പൂട്ട് വീഴുന്നു. തമിഴ്നാടിന്റെ സാമൂഹിക സുസ്ഥിതിക്ക് വെല്ലുവിളിയാകുന്ന ലഹരി വിപത്തിനെ വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി വിജയ് വിപ്ലവകരമായ നടപടികൾക്ക് തുടക്കമിട്ടു. തിരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അക്ഷരപ്രതി നടപ്പിലാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന 717 ടാസ്മാക് ഔട്ട്ലെറ്റുകൾ രണ്ടാഴ്ചയ്ക്കകം അടിയന്തരമായി അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രിയുടെ തീരുമാനം. ലഹരിയുടെ അനിയന്ത്രിതമായ കുത്തൊഴുക്കും അതുണ്ടാക്കുന്ന അക്രമ പരമ്പരകളും കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയെ സാരമായി ബാധിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ സ്ത്രീ സുരക്ഷയ്ക്കും യുവതലമുറയുടെ ഭാവിക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള ധീരമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ആകെ പ്രവർത്തിക്കുന്ന 4765 മദ്യശാലകളിൽ വച്ച് പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേന്ദ്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ പൂട്ടുന്നത്. മദ്യലഹരിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് മുഖ്യമന്ത്രി ഈ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് നിന്ന് മദ്യശാലകൾ മാറുന്നത് വിദ്യാർത്ഥികളെ ലഹരിയുടെ സ്വാധീനത്തിൽ നിന്ന് സംരക്ഷിക്കാനും പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഒരു ഭരണാധികാരി എന്ന നിലയിൽ ജനകീയ അംഗീകാരം ഊട്ടിയുറപ്പിക്കുന്നതോടൊപ്പം തമിഴ്നാടിനെ ലഹരി മുക്തമാക്കി മാതൃകാപരമായ ഒരു സാമൂഹിക പരിവർത്തനത്തിനാണ് വിജയ് ഇപ്പോൾ കളമൊരുക്കുന്നത്. ക്രമസമാധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പൊതുയിടങ്ങളിലെ അച്ചടക്കം തിരികെ കൊണ്ടുവരുന്നതിനും ഈ ഉത്തരവ് വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പരക്കെ വിലയിരുത്തപ്പെടുന്നു. സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തെക്കാൾ ജനക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്ന ഇത്തരം നിലപാടുകൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ജനപ്രീതി ഇരട്ടിയാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.